ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിഗസ് PSC. സോ നമ്മൾ ഇവിടെ സീരീസ് ആരംഭിക്കുന്നത് കെമിസ്ട്രി വിഭാഗത്തിലെ ആസിഡ് ആൻഡ് ആൽക്കലീസ് എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി മെയിൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കെമിസ്ട്രി. കെമിസ്ട്രിയിൽ നിന്ന് സാധാരണ 3 മാർക്കാണ് ആസ് പെർ നമ്മുടെ മാർക്ക് വിഭജനം അനുസരിച്ച് 3 മാർക്കാണ് കെമിസ്ട്രി എന്ന ടോപ്പിക്കിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ആസിഡ് ആൻഡ് ആൽക്കലി. സോ അതുകൊണ്ടാണ് ഞാൻ ആസിഡ് ആൻഡ് ആൽക്കലീസ് ഫസ്റ്റ് തുടങ്ങുന്നത്. സോ വെൽക്കം. ഫസ്റ്റ് പോയിന്റ്, ആസിഡ് എന്ന പദം രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ്? ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആസിഡ് എന്ന പദം രൂപം കൊള്ളുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആസിഡസ് എന്നത് ഏത് പദമാണ്? ലാറ്റിൻ പദമാണ്. ആസിഡസ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? പുളിരസമുള്ളത് അല്ലെങ്കിൽ പുളിരുചിയുള്ളത് എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന ആസിഡസ് എന്ന പദത്തിൽ നിന്നാണ് ആസിഡ് എന്നുള്ള ആ ഒരു പദം മുന്നോട്ട് വരുന്നത്. സോ ആദ്യത്തെ പ്രത്യേകത എന്താ ആസിഡിന്റെ? പുളിരസമുള്ളവയാണ് ആസിഡുകൾ. അതാണ് ആദ്യത്തെ പോയിന്റ്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റും. മനസ്സിലായോ? ആസിഡ് എന്ത് ചെയ്യും? ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റും. നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റുന്നവയാണ് ആസിഡുകൾ. മൂന്നാമത്തെ പോയിന്റ് ആണ്, നമ്മൾ ഈ ആസിഡ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന അയേൺസ് ഏതായിരുന്നു? H+ അയേൺസിനെയാണ് അത് പുറന്തള്ളുക. സോ H+ അയേൺസ് എന്നത് ആസിഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. H+ അയേൺസിനെ ജലീയ ലായനിയിൽ ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ആസിഡിനെ ജലീയ ലായനിയിൽ ഇട്ട് കഴിഞ്ഞാൽ H+ അയേൺസിനായിരിക്കും അത് പുറന്തള്ളുന്നത്. സോ 3 പോയിന്റുകൾ കിട്ടി. ആസിഡ് എന്ന പദം ആദ്യമേ രൂപം കൊണ്ടത് ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആസിഡസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം പുളിരുചി എന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റും ആസിഡ്. മൂന്നാമത്തെ പോയിന്റ്, H+ അയേൺസിനെയാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായ അയോണുകൾ ഏതാണ്? H+ അയേൺസ് ആണ്. അപ്പോൾ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. മനസ്സിലായില്ലേ? H+ അയേൺസിനെയാണ് അത് പുറത്തുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ജലീയ ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥമാണ്. പിന്നെ നമ്മൾ ആസിഡ് റിയാക്റ്റീവ് മെറ്റൽസ് ഏതൊക്കെയാണ്? റിയാക്റ്റീവ് മെറ്റൽസ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയ റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ആണ് പുറന്തള്ളുക. മനസ്സിലാവും? ആസിഡ് റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട്, ഏതെങ്കിലും ആസിഡ് റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനെ പുറന്തള്ളും. പിന്നെ അതിലാണ് രണ്ടാമത്തെ പോയിന്റ്, നോൺ മെറ്റൽ ഓക്സൈഡ്സും വെള്ളം കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന പദാർത്ഥത്തിന് ആസിഡ് സ്വഭാവമാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലിൻ്റെ ഒരു ഓക്സൈഡാണ്. കാർബൺ ഈസ് എ നോൺ മെറ്റൽ. സോ കാർബൺ മെറ്റലിൻ്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. അതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പദാർത്ഥം എപ്പോഴും ആസിഡ് സ്വഭാവം ഉള്ളവയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഓക്കെ. സോ ആസിഡ് രണ്ട് പ്രത്യേകതയാണ്. ആസിഡ് റിയാക്റ്റീവ് മെറ്റൽസ് ആയിട്ട് യോജിച്ചാൽ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ വാതകമാണ് പുറന്തള്ളുക. അതുപോലെ തന്നെ മെറ്റൽ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പദാർത്ഥത്തിന് ആസിഡ് സ്വഭാവമാണ് ഉണ്ടാവുക. പിന്നെ മിനറൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് ഉണ്ടാവുന്ന ആസിഡ്സുകളാണ് മിനറൽ ആസിഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ലാത്തവയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മിനറൽ ആസിഡ്സ്. ജീവനില്ലാത്ത കോമ്പൗണ്ട്സ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മിനറൽ ആസിഡ്സ്. ഫോർ എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, H2SO4, HNO3. ഇവയെല്ലാം മിനറൽ ആസിഡ്സിന് ഉദാഹരണമാണ്. ഇനി ആസിഡിൻ്റെ അടുത്തൊരു സ്വഭാവമാണ് ബേസിസിറ്റി എന്ന് പറയുന്നത്. ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആസിഡ് തന്മാത്രയ്ക്ക് എത്ര H+ അയേൺസിനെ പ്രദാനം ചെയ്യാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആസിഡിന്റെ ബേസിസിറ്റി പറയാം. എത്ര H+ അയേൺസിന് അതിന് പ്രദാനം ചെയ്യാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ബേസിസിറ്റി പറയാം. അപ്പോൾ ആസിഡിന്റെ പ്രത്യേകതയാണ് ബേസിസിറ്റി. എത്ര H+ അയേൺസിന് അത് പുറന്തള്ളുന്നു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ആസിഡിന്റെ ബേസിസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തെയാണ് ബേസിസിറ്റി 1. ബേസിസിറ്റി 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര H+ അയേൺസിന് അത് പുറന്തള്ളും? ഒരു H+ അയേൺസിനെയാണ് അത് വിഘടിക്കുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏക ബേസിക് ആസിഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ HCl, HNO3. അതിലൊക്കെ എത്ര ഹൈഡ്രജനാണ് ഉള്ളത്? ഓരോ ഹൈഡ്രജനുകളാണ് ഉള്ളത്. അപ്പോൾ അത് എത്ര H+ അയൺസിനായിരിക്കും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ടാവുക? 1. സോ അത് ഏക ബേസിക് മോണോ ബേസിക് ആസിഡ് എന്ന് പറയും. രണ്ടാമത് ഒരു ആസിഡിൻ്റെ ബേസിറ്റി 2 ആണെങ്കിൽ അതിനെ ബേസിക് ആസിഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ H2SO4 നോക്കി. H2SO4 H++ HSO4- ആയിട്ട് വിഘടിക്കുന്നു. വീണ്ടും HSO4 വീണ്ടും H++SO4 2- അങ്ങനെ ആവുന്നു. അപ്പോൾ 2 H+ അയൺസിന് കണ്ടോ, 2 ഹൈഡ്രജന് അവർ പുറന്തള്ളുന്നുണ്ട്. സോ അതെന്താണ്? ബേസിക് ആസിഡ് അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ ബേസിസിറ്റി എത്രയാണ് ഇവിടെ? എത്ര H+ അയൺസ് ഉണ്ട്? 2. മൂന്നാമത്തെയാണ്
ഒരു ആസിഡിൻ്റെ ബേസിറ്റി 3 ആണെങ്കിൽ അതിനറിയപ്പെടുന്നതാണ് ട്രൈ ബേസിക് ആസിഡ്. എന്താ പറയുന്നത്? ട്രൈ ബേസിക് ആസിഡ്. സോ ഫോർ എക്സാമ്പിൾ H3PO4 ഇത് ഏത് ആസിഡാണ്? ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ H3PO4 ആക്കുമ്പോൾ 3H++ PO4 3-. അപ്പം ഒരു ആസിഡിനെ എത്രത്തോളം H+ അയൺസിന് പ്രദാനം ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക ബേസിക് ആസിഡ്, ദ്വിബേസിക് ആസിഡ്, അതുപോലെ ട്രൈ ബേസിക് ആസിഡ് എന്നിങ്ങനെ നമുക്ക് തിരിക്കാം. അപ്പം അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആണ് അരീനിയസ് തിയറി കൊണ്ടുവരുന്നത് സ്വീഡിഷ് സയൻറ്റിസ്റ്റ് സ്വാൻഡെ അരീനിയസ് ആണ്. ആരാണ്? സ്വാൻഡെ അരീനിയസ് ആണ്. അദ്ദേഹം ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഏതൊരു ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയൺ വിഭജിക്കപ്പെടുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ആസിഡ് ബേസ് ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയണുകളുമായി വിഭജിക്കപ്പെടുന്നു എന്ന സിദ്ധാന്തമാണ് അരീനിയസ് സിദ്ധാന്തം. അപ്പോൾ അരീനിയസ് സിദ്ധാന്തം പ്രകാരം ആസിഡുകൾ എന്നാൽ എന്താ? ജലത്തിൽ വിഘടിച്ച് ഹൈഡ്രജനെ നൽകുന്നവയാണ്. ഹൈഡ്രജൻ അയണുകൾ നൽകുന്നവയാണ് ആസിഡുകൾ. OH- അയൺ ഹൈഡ്രോക്സിൽ അയോണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് അരീനിയസ് സിദ്ധാന്ത പ്രകാരം ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ H+ നൽകുന്നത് ഹൈഡ്രജനും H+ നൽകുന്നത് ഹൈഡ്രജൻ എന്നാണ് ഞാൻ അവിടെ എഴുതുന്നത്. അത് തെറ്റാണ്. H+ നൽകുന്നത് എന്താണ്? ആസിഡുകളും OH- നൽകുന്നത് ആൽക്കലീസുമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയണുകളായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. അതിൽ H+ അയൺസിന് പുറന്തള്ളുന്നവയാണോ അവരാണ് ആസിഡുകൾ. OH- പുറന്തള്ളുന്നവയായതാണോ അതാണ് ബേസ്, അല്ലെങ്കിൽ ആൽക്കലീസ് എന്നാണ് പറയേണ്ടത്. ആൽക്കലീസ്. അപ്പോൾ ആൽക്കലി എന്ന് പറയാനുള്ള കാരണം എന്താ? ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലീസ് എന്ന് പറയാം. ഓക്കെ. സോ ഇങ്ങനെയാണ് അരീനിയസ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പദാർത്ഥം ആസിഡാണോ ബേസ് ആണോ നോക്കാൻ വേണ്ടത് H+ അയൺസിനെ പുറന്തള്ളുന്നുണ്ടെങ്കിൽ അതിന് ആസിഡ് എന്ന് പറയാം. OH- അയൺസിനെയാണ് പുറന്തള്ളുന്നതെങ്കിൽ അതിന് ബേസ് എന്ന് പറയാം. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അരീനിയസ് തിയറിക്ക്. അതെന്തൊക്കെയാണെന്ന് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് മാത്രമേ നമുക്ക് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ NH3 എന്ന് പറയുന്നത് അമോണിയ പോലുള്ള അപ്പോൾ അത് രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നേ. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിന് മാത്രമേ നമുക്ക് ഈ H+ അയൺസ് പുറന്തള്ളുന്നുണ്ടോ OH- അയൺസ് പുറന്തള്ളുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യണം? വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. അത് ചെയ്യാത്ത കുറേ ആസിഡുകളുണ്ട്, കുറേ ബേസുകളുണ്ട്. സോ അങ്ങനത്തെ ആസിഡിനും ബേസിനും നമുക്കിതിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം OH ഇല്ലാത്ത അമോണിയ പോലുള്ള അമോണിയ പോലെയുള്ള ബേസിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങളുണ്ട്. അവയ്ക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ OH- എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഇല്ല. സോ അതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ബേസ് ആവാതിരിക്കുന്നില്ല. OH ഉള്ളവയെല്ലാം ബേസുകളാണ്. പക്ഷെ OH ഇല്ലാത്ത ബേസിക് സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളും ഉണ്ട്. സോ നമുക്കതും പറയാനായിട്ട് പറ്റുന്നില്ല. സോ ഇത് രണ്ടാണ് ലിമിറ്റേഷൻസ്. ഓക്കെ, ശരിയാണോ? അപ്പോൾ അരീനിയസ് തിയറി ആരാണ് കൊണ്ടുവന്നത് നമ്മൾ ഓർക്കണം. ആരായിരുന്നു? സ്വാൻഡെ അരീനിയസ് ആയിരുന്നു. ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയണായി വിഭജിക്കപ്പെടുന്നു. H+ അയൺസിന് പുറന്തള്ളുന്നവ ആസിഡും OH- അയൺസിന് പുറന്തള്ളുന്നവ ആൽക്കലികളുമാണ്. അപ്പോൾ ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ ലയിക്കാത്ത സബ്സ്റ്റൻസസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. H+ ആണോ OH- ആണോ അത് പുറന്തള്ളാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ആസിഡാണോ ബേസാണോ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് OH ഇല്ലാത്ത അമോണിയ പോലുള്ള ബേസിക് ഗുണമുള്ള പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇനി കുറച്ച് ആസിഡുകളും അതിൻ്റെ ഉപയോഗങ്ങളാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വിനാഗർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? അത് എല്ലാവർക്കും അറിയാം. അച്ചാറുകളൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഒഴിക്കത്തില്ലേ? അപ്പോൾ വിനാഗിരി ഈസ് എൻ ആസിഡ്. സോ അത് അച്ചാറിൽ ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി സിട്രിക് ആസിഡ് ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഭക്ഷണ വസ്തുക്കൾ കേടുവരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നു. അതുപോലെ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സിട്രിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. നൈട്രിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രാസവളം, പെയിൻറ്റ്, അതുപോലെ ഡൈ തുടങ്ങിയവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയൊക്കെയാണ് നൈട്രിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മോട്ടോർ വാഹനങ്ങളിൽ ബാറ്ററിയിലുള്ള മെയിൻ ഘടകമാണ് എന്ത്? സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ രാസവള നിർമ്മാണത്തിനും ഉപയോഗിക്കും. ഇപ്പോൾ നൈട്രിക് ആസിഡ് രാസവളത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. പക്ഷേ കൂടുതലും രാസവളമായിട്ട് ഉപയോഗിക്കാറുള്ളത് നൈട്രിക് ആസിഡുകളാണ് കേട്ടോ. പെയിൻറ്റ്, ഡൈ. പിന്നെ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷി ഉണ്ടാക്കാൻ, അതുപോലെ തുകൽ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെ ടാനിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ബെൻസോയിക് ആസിഡ്
ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ബെൻസോയിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. സോ വിനാഗിരി അച്ചാർ കേടുവരാതിരിക്കാൻ, സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ബെൻസോയിക് ആസിഡും ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കാറുണ്ട്. നൈട്രിക് ആസിഡ് എന്തിനൊക്കെയാണ്? അതെ, രാസവളം, പെയിൻറ്, ഡൈ തുടങ്ങിയ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്ര കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ആസിഡ്, ആൽക്കലി. ആസിഡ് എന്ന പദം വന്നത് അസിഡസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അതെ, പുളി രുചി നൽകുന്നവ എന്നിവയായിരുന്നു. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആയി മാറ്റുന്നു. H+ അയൺസിനെയാണ് അത് പുറന്തള്ളുന്നത്. ഓക്കെ. പിന്നെ ആസിഡ് എപ്പോഴും റിയാക്റ്റീവ് മെറ്റൽസായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ വാതകത്തെയാണ് പുറന്തള്ളുക. അതുപോലെ നോൺ മെറ്റൽ ഓക്സൈഡ് വാട്ടറായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പദാർത്ഥങ്ങൾക്ക് ആസിഡ് സ്വഭാവമാണ് ഉണ്ടാവുക. മിനറൽ ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ് HCl, H2SO4, SNO3 എന്നുള്ളതൊക്കെ. മിനറൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന്, നോട്ട് ഫ്രം ലിവിങ് ഓർഗാനിസംസ് എന്നല്ലാതെ ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് വരുന്ന ആസിഡുകളെയാണ് നമ്മൾ മിനറൽ ആസിഡ്സ് എന്ന് പറയാം. പിന്നെ ബേസിറ്റി എന്ന് പറയുമ്പോൾ H+ അയൺസ് എത്ര വിടുന്നു എന്നതിനനുസരിച്ച്, H+ അയൺസിന് എത്ര പുറന്തള്ളുന്നതിനനുസരിച്ച് ഏക ബേസിക്, ദ്വിബേസിക്, ത്രൈബേസിക് ഇങ്ങനെ 3ആയിട്ട് തിരിക്കാം. തൃതീയ ബേസിക് അങ്ങനെ തിരിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് HCl എന്ന് പറയുന്നത് ഏക ബേസിക്കാണ്. H2SO4, H3PO4 അത് 3ഉം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് വെച്ചാൽ ഒരു H+ അയൺസിനെ പുറന്തള്ളുന്നവയാണ് HCl, 2 H+ അയൺസിനെയാണ് H2SO4, H3PO4 ഫോസ്ഫോറിക് ആസിഡ്, 3 H+ അയൺസിന്. പിന്നെ അരീനിയസ് തിയറി പറയുന്നത് ആരെ കൊണ്ടുവന്നത്? സ്വീഡ് സയൻറ്റിസ്റ്റായ അരീനിയസ്, അരീനിയസ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഒരു ആസിഡോ അല്ലെങ്കിൽ ഏതൊരു ബേസോ ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയണായി വിഭജിക്കപ്പെടുന്നു. H+ അയൺസിന് പുറന്തള്ളുന്നവ ആസിഡും OH- അയൺസിന് ഇതാകുന്നതിനെ ആൽക്കലീസ് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന ആസിഡിനും ബേസിനും മാത്രമേ നമുക്ക് ഇങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ആ സബ്സ്റ്റൻസ് ആസിഡാണോ ബേസാണോ കണ്ടെത്തണമെങ്കിൽ അത് വെള്ളത്തിൽ ലയിക്കണം. എന്നാലാണ് H+നും OH- അത് പുറന്തള്ളുന്നുണ്ടാവുള്ളൂ. രണ്ടാമത്തെ കാര്യം, OH ഇല്ലാത്ത അമോണിയ പോലുള്ള ബേസിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങളുണ്ട്. OH ഉള്ള എല്ലാതും ബേസാണ്, പക്ഷെ OH ഇല്ലാത്ത ഒരുപാട് ബേസുകളുണ്ട്. അതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ആസിഡിൻ്റെ ഉപയോഗങ്ങൾ, വിനാഗിരി എന്തിനാ? അച്ചാറുണ്ടാക്കാനായിട്ട്. ബെൻസോയിക് ആസിഡ് ഭക്ഷ്യ വസ്തുക്കൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സിട്രിക് ആസിഡ് എന്തിനായിരുന്നു? ഭക്ഷ്യവസ്തുക്കളിൽ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങൾ ഉപയോഗിക്കാനും. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്, ഡൈ തുടങ്ങിയവ. സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊക്കെ. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി. ഓക്കെ, സോ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് പഠിച്ചത്. വളരെ കൃത്യമായിട്ട് പഠിക്കണം. സോ ബൈ ഗൈസ്. അടുത്തത് ആസിഡിൻ്റെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആസിഡുമായി ബന്ധപ്പെട്ട് ബ്രോൺസ്റ്റൺ ലൗറി ആസിഡ് ബേസ്, ലെവിസ് ആസിഡ് ബേസ്, അങ്ങനെ ലൂയിസ് ആസിഡ് ബേസ് എന്നും പറയാറുണ്ട്. അങ്ങനത്തെ കുറച്ച് തിയറികൾ പഠിക്കണം. അതിനുശേഷം നമ്മൾ ഓരോ ആസിഡുകളെ പറ്റിയിട്ട് എങ്ങനെയാണ് ആസിഡിൻ്റെ ഉൽപ്പാദനം എന്നുള്ള കാര്യങ്ങളും ആസിഡിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. അപ്പം ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്ക് കാണാം.